എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 147 147 ഡിവിഷൻ ഓഫ് കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഡിവിഷൻ ഓഫ് കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്ന ആ പാഠഭാഗത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഇലിസ്ട്രേഷൻ 6.4 നാലാമതായിട്ട് തന്നിരിക്കുന്ന ആ പ്ലാന്റ് ഡിവിഷനിലെ ഉള്ള ഭാഗങ്ങളെക്കുറിച്ചാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കയ്യിൽ വെക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെയും, കാരണം അതില്ലാതെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുകയില്ല. ഓക്കെ, ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം ജിംനോസ്പേംസ് എന്ന് പറയുന്ന സസ്യജാലത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ വരുന്ന സസ്യജാലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മളിവിടെ കാണേണ്ട ഏതാണ്? റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ നോൺ ആസ് കോൺസ് ആർ പ്രസൻറ്റ്. ഈ ജിംനോസ്പാസയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങൾ ഇവയിൽ കാണപ്പെടുന്നു. അതായത് ജിംനോസ്പാസയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയുടെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളെ എന്നാണ് അറിയപ്പെടുന്നത്? കോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് അവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈവൻ ദോ സീഡ്സ് ആർ ഫോംഡ് ദേ ആർ നോട്ട് എംബേർഡഡ് ഫ്രൂട്ട്സ്. അതായത് നാം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വിത്തുകൾ ഈ സസ്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അവയെ പൊതിഞ്ഞ് ഫലങ്ങൾ ഇല്ല. അതായത് സാധാരണ നമുക്കറിയാം, നമ്മൾ ഏതൊരു പഴമെടുത്താലും ഏതൊരു വിത്തെടുത്താലും സാധാരണ കാണുമ്പോൾ ആ വിത്തിനോടൊപ്പം തന്നെ അവയെ പൊതിഞ്ഞ് എന്താണ് കാണപ്പെടുന്നത്? ഈ പഴം കാണാൻ സാധ്യതയുണ്ട്. അതായത് മാങ്ങ എടുത്താൽ മാങ്ങയുടെ അണ്ടി കാണാൻ സാധ്യതയുണ്ട്. ആപ്പിൾ എടുത്താൽ ആപ്പിളിൻ്റെ വിത്ത് അതിൻ്റെ ഉള്ളിലുണ്ടാവും. പേരയ്ക്ക എടുത്താൽ പേരയ്ക്കയുടെ വിത്ത് അതിനുള്ളിലാണ്. പക്ഷേ ഇവിടെ ജിംനോസ്പേസ് എന്ന് പറയുന്ന ഈ സസ്യജാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയുടെ വിത്തിനെ പൊതിഞ്ഞ് അവയുടെ പഴങ്ങൾ അവയിൽ കാണപ്പെടുന്നില്ല. അപ്പം ഫലങ്ങൾ ഇല്ലാത്ത വിത്തുകൾ മാത്രമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചെടിവർഗമാണ് ഏത്? ജിംനോസ്പേസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടനയെ പറയുന്ന പേര് കോണുകൾ എന്നാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് എന്താണ് പറയുന്നത്? കോംപ്ലക്സ് വാസ്കുലർ ടിഷ്യൂസ് ആർ സീൻ. അപ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ സസ്യങ്ങളിൽ കോംപ്ലക്സ്, അതായത് വളരെ സങ്കീർണമായിട്ടുള്ള എന്ത് കാണപ്പെടുന്നു? വാസ്കുലർ ടിഷ്യൂസിനെ നമുക്ക് അവയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഏതാണ്? സങ്കീർണമായിട്ടുള്ള ഈ സംവഹന കലകൾ അവയിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ അവയിൽ കാണപ്പെടാത്ത ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്താണ്? ബട്ട് സൈലം വെസൽ ആർ ആബ്സെന്റ്. അതായത് ഇവയിൽ സൈലം വെസലുകളെ കാണപ്പെടുന്നില്ല. ഏതിൽ? ഈ പറയുന്ന ജീവജാലങ്ങളെക്കുറിച്ച് ഏതാണ്? ജിംനോസ്പേംസ് എന്ന് പറയുന്ന ജീവജാലങ്ങളിലെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അവയിൽ സൈലം വെസൽസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇതൊരു പുതിയ വേർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ സൈലം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ സൈലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൈലം എന്ന് പറയുന്നത് ഒരു ടിഷ്യൂ ആണ്. ആ ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? ട്രാൻസ്പോർട്ട്സ് വാട്ടർ. അതായത് അത് എന്ത് ചെയ്യുന്നു? ജലത്തെ കൊണ്ടുപോകുന്നു. എവിടെ? ത്രൂ ഔട്ട് ദ പ്ലാന്റ്സ് ബോഡി. അതായത് പ്ലാന്റിൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൽ മുഴുവനായിട്ടും എന്താണ്? ജലത്തെ കൊണ്ടുപോകുന്ന പ്രത്യേക തരത്തിലുള്ള ആ ഒരു ക്രമീകരണത്തിന് പറയുന്ന ആ കോശങ്ങളുടെ അല്ലെങ്കിൽ കലകളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ക്രമീകരണത്തെയാണ് എന്ത് എന്ന് പറയുന്നത്? സൈലം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ രണ്ട് തരത്തിലുള്ള പദാർത്ഥങ്ങളുണ്ട്. ഒന്ന് വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്, രണ്ടാമതായിട്ട് സൈലം ടിഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ജിംനോസ്പേമിനകത്ത് വാസ്കുലർ ടിഷ്യൂസിനെ കാണുവാനായിട്ട് സാധിക്കും, പക്ഷേ സൈലം ടിഷ്യൂസിനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവയ്ക്ക് ഉദാഹരണം ഏതാണ്? ജിംനോസ്പേസ് ആയിട്ടുള്ള ചെടികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം സെക്സസ് എന്ന് പറയുന്ന ചെടിയും അതുപോലെ തന്നെ പൈൻ എന്ന് പറയുന്ന ചെടിയും. ഇവിടെ നമുക്ക് പല ചെടികളും കാണാം. അതായത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിത്തിനെ പൊതിഞ്ഞ് ഫലമില്ലാത്തതായിട്ട് കാണപ്പെടുന്നത്. അതിന് സെക്സസ് എന്ന ചെടിയും പൈൻ എന്ന ചെടിയും അതിന് ഉദാഹരണമാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ചെടിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ആൻജിയോസ്പേമിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫ്ലവേഴ്സ്. അതായത്
ആൻജിയോസ്പേം ചെടികളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ പൂക്കളിലാണ് പ്രത്യുൽപാദന ഭാഗങ്ങൾ ഉള്ളത്. അപ്പോൾ അതായത് ആൻജിയോസ്പേം എന്ന് പറയുന്ന ചെടിയുടെ പൂവിൽ എന്താണ് പ്രത്യുൽപാദന ഭാഗങ്ങൾ ഉണ്ട്. അവയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഫ്രൂട്ട്സ് ആർ സീൻ കവറിങ് ദ സീഡ്സ്. അതുപോലെ തന്നെ സീഡുകളെ എന്ത് ചെയ്യുന്നു? കവർ ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. എന്തുകൊണ്ട്? പഴം കൊണ്ട്, അതായത് മാധുര്യമുള്ള ആ ഭാഗങ്ങൾ കൊണ്ട് വിത്തുകളെ കവർ ചെയ്ത് മൂടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അടുത്തതായിട്ട് എന്താണ്? കോംപ്ലക്സ് വസ്കുലർ ടിഷ്യൂസ് ആർ സീൻ. അതുപോലെ തന്നെ വസ്കുലർ ടിഷ്യൂ, വളരെ സങ്കീർണമായ വസ്കുലർ ടിഷ്യൂവിനെ ഏത് ജീവജാലത്തിൽ ഏത് ചെടിയിൽ കാണുവാനായിട്ട് സാധിക്കും? ആൻജിയോസ്പേസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏത് സങ്കീർണമായ വസ്കുലർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകളെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ഇവയുടെ പ്രത്യേകത എന്താണ്? സൈലം വെസൽസ് ആൻഡ് ട്രെച്ചഡീസ് ആർ പ്രസൻറ്റ്. മറ്റൊരു പ്രത്യേകത എന്താണ്? സൈലം വെസലുകളും അതുപോലെ തന്നെ ട്രിക്കിഡുകളും അവയ്ക്കുണ്ട്. ഈ ചെടിക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ സൈലം വെസലുകൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് അത്? ജലത്തെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കലകളാണ്. അതുപോലെ തന്നെ ഈ ചെടിയിലുള്ള മറ്റൊരു പ്രത്യേകതയായിട്ടുള്ള സാധനം എന്താണ്? ഇത് സൈലം വെസിനോടൊപ്പം തന്നെ ഇവയിലെ ഒപ്പം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്താണ്? ട്രക്കീഡുകളും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇനി ഒരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് ട്രക്കീഡുകൾ എന്ന് പറഞ്ഞാൽ? ട്രക്കീഡ്സ് ആർ എലോങ്കേറ്റഡ് സെൽസ് ദാറ്റ് ട്രാൻസ്പോർട്ട് വാട്ടർ, മിനറൽസ് ആൻഡ് സോൾട്ട്സ് ത്രൂ ദ സൈലം ഓഫ് വസ്കുലർ പ്ലാന്റ്സ്. അതായത് ഒരു വസ്കുലർ പ്ലാന്റിലെ സൈലത്തിലൂടെ ഏതെല്ലാമാണ്? സോൾട്ടും വെള്ളവും മിനറൽസും സാൾട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഇതിന് വിളിക്കുന്ന പേരാണ് ട്രക്കീഡുകൾ എന്ന്. അപ്പോൾ ട്രക്കീഡുകൾ എവിടെ കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്? ട്രക്കീഡുകൾ കാണപ്പെടുന്ന സ്ഥലമാണ്. ഏത് ചെടിയാണ് ട്രക്കീഡുകൾ കാണപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതിനകത്താണ് കാണപ്പെടുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെങ്കിൽ എന്ന് ഓർക്കുക. ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ചെടികളിലാണ് കാണപ്പെടുവാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഇലിസ്ട്രേഷൻ 6.4 നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞുള്ളത്. ഇനി 148ാമത്തെ പേജിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സാണ് ആ കൈവിരൽ ഒരു ചോദ്യം പോലെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ ഇൻഡിക്കേറ്റേഴ്സിലേക്കും നമുക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓഫ് കിങ്ഡം പ്ലാന്റ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓഫ് കിങ്ഡം പ്ലാന്റ്. അതായത് കിങ്ഡം പ്ലാന്റയിലെ വിവിധ ഡിവിഷനുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് കിങ്ഡം പ്ലാന്റയിൽ ചെടികളെ വിഭജിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ ഉത്തരം എഴുതാം. ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓഫ് കിങ്ഡം പ്ലാന്റ് ആർ. അതായത് കിങ്ഡം പ്ലാന്റയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിവിഷനുകൾ എന്ന് പറയുന്നത് ഏതെല്ലാമാണെന്ന്. അപ്പോൾ അത് 147ാമത്തെ പേജിൽ തുടങ്ങുകയാണ്. ഓക്കെയാണ്. കിങ്ഡം പ്ലാന്റയുടെ ഡിവിഷനുകൾ എന്ന് പറയുന്ന ആ ഇലിസ്ട്രേഷൻ 6.4 തന്നിരിക്കുന്ന എല്ലാ ഡിവിഷനുകളും, അതായത് 1 ആൽഗെ, 2 ബയോഫൈറ്റ, 3 നമുക്ക് പറയാവുന്നത് ടെറിഡോഫൈറ്റ, 4 പറയാവുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ജിംനോസ്പേംസ്, 5 പറയാൻ പറ്റുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ആൻജിയോസ്പേസ്. ഇത്തരത്തിലുള്ള 5 കിങ്ഡം പ്ലാന്റയിലെ വിവിധ ഡിവിഷനുകളിൽ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക. പെക്യൂലിയാരിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പെക്യൂലിറ്റിസ് ഇൻ റീപ്രൊഡക്ഷൻ. അതായത് റീപ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിൻ്റെ പെക്യൂലിയാരിറ്റികൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോ ഇതിൻ്റെയും പെക്യൂലിയാരിറ്റി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഒന്നാമതായിട്ട് അലഗെ എടുത്താൽ, അലഗയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബോത്ത് സെക്സ്വൽ ആൻഡ് അസെക്സ്വൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അലഗയിൽ സെക്സ്വൽ റീപ്രൊഡക്ഷനും അലഗയിൽ സെക്സ്വൽ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ അസെക്സ്വൽ റീപ്രൊഡക്ഷനും കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന ചെടി ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് ബ്രയോഫൈറ്റ എന്ന് പറയുന്ന ചെടിയാണ്. ബ്രയോഫൈറ്റയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻ ബ്രയോഫൈറ്റ റീപ്രൊഡക്ഷൻ ഈസ് ഡൺ ത്രൂ ഗെയ്മേറ്റ് ആൻഡ് സ്പോർസ്. അതായത് ബ്രയോഫൈറ്റയിൽ ഗെയ്മേറ്റ് സ്പോറും കൊണ്ടുമാണ് എന്ത് നടക്കുന്നത്? പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് ഏതാണ്? ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ചെടിയാണ്. ടെറിഡോഫൈറ്റയിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്? റീപ്രൊഡക്ഷൻ
റീപ്രൊഡക്ഷൻ ഈസ് മെയിൻലി ത്രൂ സ്പോർസ്, അതായത് സ്പോറിലൂടെയാണ് ടെറിഡോഫൈറ്റയിൽ എന്ത് നടക്കുന്നത്, റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏതാണ്, ജിംനോസ്പേസ്. അപ്പോൾ ഈ ജിംനോസ്പേസിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ നോൺ ആസ് കോൺസ് ആർ പ്രസൻറ്റ്. അതായത് ജിംനോസ്പേസിൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടക്കുന്നത് കോൺ എന്ന് പറയുന്ന ആ മരത്തിൻ്റെ ഒരു പ്രത്യേക ഘടനയിലൂടെയാണ്. ഈവൻ ദോ ദ സീഡ്സ് ആർ ഫോംഡ്, അവയിൽ എന്താണ് സീഡുകൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും ദേ ആർ നോട്ട് എംബൈഡഡ് വിത്ത് ഫ്രൂട്ട്സ്, അവയ്ക്ക് പഴങ്ങളാൽ കവർ ചെയ്യപ്പെട്ടവയല്ല അവയുടെ വിത്തുകൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്, ആൻജിയോസ്പേസ് എന്ന് പറയുന്ന ചെടിയാണ്. ആൻജിയോസ്പേസിൻ്റെ പ്രത്യേകത എന്താണ്, റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫ്ലവേഴ്സ്. ഇവയുടെ പ്രത്യുൽപാദനപരമായിട്ടുള്ള ഭാഗങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്, ഫ്ലവറിൽ അല്ലെങ്കിൽ പൂവിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ വിത്തിന് ചുറ്റും മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരിക്കും, അവയ്ക്ക് എന്താണ് പറയുന്നത്, ഒരു പഴം അല്ലെങ്കിൽ മാധുര്യമുള്ള ഭാഗങ്ങൾ ഈ വിത്തിന് ചുറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, പ്രസൻസ് ഓഫ് ദ വാസ്കുലർ ടിഷ്യൂ, അതായത് വാസ്കുലർ ടിഷ്യൂവിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ഓരോ ചെടിയിലും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കാണേണ്ടത് ഏതാണ്, ആൽഗെ. ആൽഗയിൽ എങ്ങനെയാണ് വാസ്കുലർ ടിഷ്യൂവിൻ്റെ സാന്നിധ്യമുണ്ടോ, വാസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെൻറ്റ്. അപ്പോൾ ആൽഗയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വാസ്കുലർ ടിഷ്യൂസ് അവയിൽ ഇല്ല. ബയോഫൈറ്റ, ബയോഫൈറ്റയിൽ വാസ്കുലർ ടിഷ്യൂസ് ഉണ്ടോ, വാസ്കുലർ ടിഷ്യൂസ് ആ ബയോഫൈറ്റയിലും ഇല്ല. അതായത് ബ്രയോഫൈറ്റയിലും എന്താണ്, ബ്രയോഫൈറ്റയിലും വാസ്കുലർ ടിഷ്യൂസ് ഇല്ല. മൂന്നാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്, ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ചെടി വിഭാഗമാണ്. ടെറിഡോഫൈറ്റയിൽ വാസ്കുലർ ടിഷ്യൂസ് ഉണ്ടോ, വാസ്കുലർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആർ സീൻ. അപ്പോൾ ടെറിഡോഫൈറ്റയിൽ എന്താണ്, വാസ്കുലർ ടിഷ്യൂവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്, ജിംനോസ്പേസ് എന്ന് പറയുന്ന ചെടി വിഭാഗത്തെയാണ്. ജിംനോസ്പേസിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ വാസ്കുലർ ടിഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ജിംനോസ്പേഷ്യസിൽ എന്താണ്, കോംപ്ലക്സ് വാസ്കുലർ ടിഷ്യൂസ് ആർ സീൻ. അതായത് ജിംനോസ്പേസിൽ വാസ്കുലർ ടിഷ്യൂസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവ വളരെ സങ്കീർണമായിട്ടുള്ളവയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഏതാണ്, ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ചെടി സമൂഹമാണ്. ആൻജിയോസ്പേംസിലുണ്ടോ, കോംപ്ലക്സ് വാസ്കുലർ ടിഷ്യൂസ് ആണ് ആൻജിയോസ്പേംസിൽ ഉള്ളത് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണ്, സൈലം വെസലുകളെയും ആൻജിയോസ്പേസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ ഇലിസ്ട്രേഷൻ 6.4 സസ്യങ്ങളുടെ വർഗീകരണം എന്ന ഭാഗം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകാം.